ഹായ് ഗൈസ്, വെൽക്കം ടു ഇ വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കണേന്നാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായി ഞാൻ ഫ്രഷ് ചീരയാണ് എടുത്തത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് ചീരയാണ് കേട്ടോ. അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഹെൽത്തിന് എല്ലാത്തിനും നല്ലത് ഇതാണല്ലോ. പിന്നെ ഇങ്ങനെ ചീര നന്നായി കഴുകി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. കണ്ടോ, ഇതേപോലെ അരിഞ്ഞെടുത്തു. പിന്നെ ചുവന്നുള്ളി വെച്ചാൽ നമ്മൾ കാച്ചണത്. അപ്പോൾ ചുവന്നുള്ളി നല്ല തൊണ്ട് കളഞ്ഞ് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. ഇത് രണ്ടും നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ചൂടായി കഴിയുമ്പോൾ ഈ ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചുവന്നുള്ളി ഉണ്ടോ, ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ചുവന്നുള്ളി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴലാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഔഷധ ഗുണങ്ങളും നല്ല ബ്ലഡ് ഉണ്ടാവാൻ എല്ലാത്തിനും നല്ലതാണ്. എല്ലാവരും കഴിക്കണം, നല്ലതാണ് കേട്ടോ. വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ അത്രയും കൂടി നല്ലതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഇപ്പോൾ ചീര ഉണ്ടാവുന്ന സമയം കൂടിയല്ലേ. നമ്മൾ ഉള്ളി ചുവന്നുള്ളി ഇച്ചിരി വഴണ്ട് വരുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ചീരയിലേക്കെല്ലാം വേണ്ട ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇന്ന് ഞാനിതിനകത്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തുമുളകാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഇടേണ്ടവർക്ക് മുളക് പൊടി ഇടാം. ഇനി ചിലർ പച്ചമുളക് ഇടണവരും പച്ചമുളക് വട്ടത്തിൽ കീറി ഇടണവരുണ്ട്, നീളത്തിലിടണം. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് കൊത്തുമുളകാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കഴുകി, നമ്മുടെ നാടൻ കറിവേപ്പില തന്നെയാണ്, അതും കഴുകി ഇതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൊത്തുമുളകാണ് ഇടുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. നമ്മൾ കറിവേപ്പില പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കൊത്തുമുളക് ഒരു അര സ്പൂണ് കൊത്തുമുളക് ഇടാം കേട്ടോ. ഈ ചീരയിലേക്ക് ആവശ്യമുള്ള കൊത്തുമുളക് ഇടാം. എന്നിട്ട് അതിൻ്റെ പച്ചക്കൊത്ത് പോകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കണേ, അല്ലെങ്കിൽ തീ സിമ്മിലിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ കരിയും കേട്ടോ. മുളകിട്ട പെട്ടെന്ന് കരിയും, അത് ശ്രദ്ധിക്കണേ. കണ്ടോ, എൻ്റെ പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് നാളികേരം തേങ്ങ എടുത്ത് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ഇതിനകത്തിട്ട് എൻ്റെ പച്ചക്കൊത്ത് പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുവന്നുള്ളിയുടെയും മുളകിൻ്റെയും എല്ലാം കൂടി ആ ഫ്ലേവർ ആ തേങ്ങയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചീര അരിഞ്ഞ് വെച്ചാൽ ചീര ഉണ്ടോ, ഇലയും തണ്ടും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇല ചീര അരിയുമ്പോൾ വെച്ചാൽ അതിൻ്റെ പൂവിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം കേട്ടോ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം അരിയാൻ കേട്ടോ. അതുപോലെ നമ്മൾ സൂക്ഷിച്ച് അരിഞ്ഞ് നമ്മൾ ഫസ്റ്റ് തന്നെ കഴുകണം. അതിന് ശേഷം കഴുകാൻ പാടില്ല കേട്ടോ. ചീരയൊന്നും നന്നായി നമ്മൾ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കുക, അതായത് ഒരുമിച്ചാക്കണം. അതിൻ്റെ കൂട്ടെല്ലാം നമുക്ക് ചീരയിലേക്ക് പിടിക്കാം. അതിൽ നന്നായി ഇളക്കി പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ ഒരിക്കലും ചീര നമ്മൾ ഒരിക്കലും മൂടി വയ്ക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അവിഞ്ഞ പോലെ ഇരിക്കും. അവിഞ്ഞ പോലെ മീൻസ് അത് നന്നായി കുഴഞ്ഞ് പായസം പോലെ. ഒരിക്കലും നമ്മൾ അങ്ങനെ ആക്കാൻ ചെയ്യരുത് കേട്ടോ. എപ്പോഴും നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. ചീര എന്ന് തന്നെ പെട്ടെന്നൊരു ആവി വരുമ്പോൾ തന്നെ വെന്ത് വരുന്ന സാധനമാണ് കേട്ടോ. ഒരിക്കലും മൂടി വയ്ക്കരുത് കേട്ടോ. നന്നായി നമുക്ക് ഇളക്കി ഇതാക്കാം കേട്ടോ. തീ സിമ്മിലിട്ടാൽ മതി. നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായി ഇളക്കിയെടുക്കണേ. കണ്ടോ, ഇതേമാതിരി നന്നായി ഇളക്കി പിടിപ്പിക്കുക. ഒരാവി വരുമ്പോഴേക്കും തന്നെ പെട്ടെന്നായിട്ടാവും. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഇപ്പം തന്നെ ആയി. ഒരാവി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ടോ നമ്മുടെ ചീര. ഇത്രേ ഉള്ളൂ നമ്മുടെ ചീര. കുറച്ചും കൂടി വാടണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പം നമ്മുടെ ചീരക്കൂട്ടാൻ റെഡിയുണ്ട്. ആവി പറക്കണുണ്ടോ, നല്ല ആവി പറക്കണം. ആവിയിൽ വന്ന് ആവി പറക്കണുണ്ടോ. ചീരത്തോരൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. നമ്മുടെ ചീരക്കറി സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.